പോലെ ഒരു ബെറ്റർ സ്കോറർ ആവണം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബെറ്റർ സ്കോറർ ആവുക? ഒരു സ്ട്രെസ്സും ഇല്ലാതെ എന്നാണ് നമ്മളിതാ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമുക്ക് പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ വേണം. ഓക്കെ, എന്താണ്? നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ? കാര്യം നടക്കുള്ളൂ. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഉള്ള ഒരു ലോങ് ടേം പ്ലാനിനെ കുറിച്ചല്ല, നമ്മൾ ഒരു ദിവസം ചെയ്ത് തീർക്കേണ്ട പ്ലാനിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. കാരണം ആഴ്ചകളും മാസങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിന്നാൽ ഒരിക്കലും അത് നമ്മൾ ഫുൾഫിൽ ചെയ്യില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വേറെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം മാസത്തേക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യൽ വെറും ഒരു പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്. അപ്പോൾ അത് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ടൈമിലേക്ക് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പം പ്ലാനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ലക്ഷ്യം വേണ്ടേ? നിങ്ങൾക്ക് എന്ത് വേണം? ഫസ്റ്റ് ആയിട്ട് ഒരു ഗോളാണ് ആവശ്യമുള്ളത്. ഒരു ലക്ഷ്യം, ഒരു ഗോളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പം നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം? ഇപ്പം നമുക്ക് ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യണം എന്നാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ നിങ്ങളുടെ എന്തായിരിക്കണം? യെസ്, ഇന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്? അത് നിങ്ങൾ ചാപ്റ്റർ ആണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ റിവിഷൻ ആണോ നടത്തേണ്ടത്, അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ ഡിസ്കഷൻ ആണോ നടത്തേണ്ടത്? നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് ഇസ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗോൾ സെറ്റ് ചെയ്ത് മാത്രം അവിടെ ഇരുന്നാൽ മതിയോ? പോരാ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ യൂസ് ദ 25 റൂൾ. അതെന്താണെന്ന് അറിയോ? ഈ ഒരു 25 റൂള് നമ്മളെ റൈറ്റ് ഡയറക്ഷനിലേക്ക് എത്തിക്കും. നമുക്ക് ഈ ഒരു ബെറ്റർ സ്കോറിൽ നിന്ന് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് ഈ 25 റൂളാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനിരിക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും അല്ലേ? അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ കുറച്ച് എന്ത് ചെയ്യുക? കുറച്ചൊന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ തന്നെ നമ്മൾക്കൊന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 25 റൂള് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ 5 മിനിറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ്, ചിപ്സ് ഒക്കെ എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. അത് നമ്മളെ ബുദ്ധിനെ ഒന്നും ഡെവലപ്പ് ചെയ്യാനൊന്നും സഹായിക്കില്ല, അത് റിമെമ്പർ ചെയ്യാനും സഹായിക്കില്ല. നമുക്ക് വളരെ ബോറിംഗും ആയിരിക്കും ഈ സ്റ്റഡി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 25 മിനിറ്റ്സ് പഠിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നോക്കിയേ? മേക്ക് എ മിനി ടൈം ടേബിൾ. ഓക്കെ, എന്ത് ചെയ്യണം? ഒരു മിനി ടൈം ടേബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാഴ്ചത്തേക്കുള്ളതോ മാസത്തേക്കുള്ളതോ അല്ല ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. വെറുതെ ഒരു ചെറിയൊരു ടൈം ടേബിൾ, ഓക്കെ, ഒരു സ്മോൾ ടൈം ടേബിൾ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ എഴുതാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതായത് ഇന്ന് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ഓരോന്നും മാർക്ക് ചെയ്തിട്ട്, ഇന്ന് റൈറ്റിംഗ് ആണ്, റിവിഷൻ ആണ്, പിന്നെ സോഷ്യലിൻ്റെ ഇത് പഠിക്കും, മാത്സിൽ പ്രോബ്ലംസ് ചെയ്യും. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്നത്തെ ടാർഗറ്റ് എന്താണെന്ന് എഴുതിയിട്ട് നിങ്ങൾ ഓരോന്നും അച്ചീവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കളർ പെൻസൊക്കെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നമുക്ക് തന്നെ കാണുമ്പോൾ എന്താവും? കുറച്ചുകൂടി ഒരു ഉത്സാഹമൊക്കെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മിനി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ബോണസ് ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ബോണസ് ടിപ്പ് എന്താണെന്ന് പറഞ്ഞു തരട്ടെ? യെസ്, വളരെ സീക്രട്ട് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ദിവസം ആദ്യം പഠിക്കാനിരിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ടൈമായിരിക്കും ആ ഒരു ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തേക്കാകുമ്പോൾ നമുക്ക് കുറച്ച് ബോറടിയൊക്കെ വരില്ലേ? അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏതാണോ അതെടുത്തിട്ട് തുടങ്ങാം. നിങ്ങളുടെ പഠിത്തം ഏതിൽ തുടങ്ങണം? ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ്, മാത്സ് ആവട്ടെ, സോഷ്യൽ ആവട്ടെ, സയൻസ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, ഏതാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് ഫസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട്, പിന്നെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, അത് ടുവേർഡ്സ് തന്നെ നിങ്ങളൊരു പീരീഡൊക്കെ ആദ്യം പ്ലാൻ ചെയ്ത് വെക്കില്ലേ? അപ്പോൾ ലാസ്റ്റിലേക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താവും? നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിന് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന സമയമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഓബ്വിയസ്ലി ഈ ഒരു സ്മോൾ പ്ലാൻ നമുക്ക് വലിയൊരു റിസൾട്ട് തന്നെയാണ് തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ടുഡേ ആൻഡ് സീ ദ മാജിക്.